ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ, ശുദ്ധമുള്ള യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായം 15-ാമത്തെ വാക്യം നാം ജീവിക്കുന്ന സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം കാലിക പ്രസക്തിയുള്ള ഒരു വാക്യമാണ്. മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു. പാപം പൂർണ്ണ വളർച്ച പ്രാപിക്കുമ്പോൾ മരണത്തെ ജനിപ്പിക്കുന്നു. ഈ വാക്യം പറഞ്ഞതിന് ശേഷം യാക്കോബ് ശ്ലീഹ വിനയത്തോടെ യാചനാ സ്വരത്തിൽ പറയുകയാണ്, എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, നിങ്ങൾ വഴിതെറ്റി പോകരുത്. കൊച്ചി കോർപ്പറേഷൻ ബിൽഡിംഗ് ഇൻസ്പെക്ടർ സ്വപ്ന എന്ന് പറയുന്ന സ്ത്രീയുടെ പ്രതിമാസ ശമ്പളമെന്ന് പറയുന്നത് 60,000 രൂപയാണെന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ പ്രതിമാസം 60,000 രൂപ ശമ്പളമുള്ള സ്വപ്ന എന്ന് പറയുന്ന ബിൽഡിംഗ് ഇൻസ്പെക്ടർ ആർഭാട ജീവിതം ബിൽഡ് ചെയ്യുന്നതിന് വേണ്ടി അഴിമതിയുടെ കൂത്തരങ്ങായിട്ട് മാറുന്ന കാഴ്ചയാണ് സമീപ ദിവസം നമുക്ക് കാണാൻ സാധിച്ചത്. 60,000 രൂപ പ്രതിമാസ ശമ്പളം, കിമ്പളം എന്ന് പറയുന്നത് പ്രതിദിനം 3 ലക്ഷം രൂപ വരെ വാങ്ങിയിരുന്നു എന്ന വാർത്ത കേട്ട് മലയാളികൾ അമ്പരന്ന് നിൽക്കുകയാണ്. അഴിമതി കേസിൽ പിടിയിലായി ജീവിതം തന്നെ തുലച്ചത് സ്വപ്നയുടെ ദുർമോഹങ്ങളും പണത്തോടുള്ള ആർത്തിയുമാണ്. അപ്പോൾ കൈക്കൂലി വാങ്ങുവാൻ സ്വപ്ന എന്ന് പറയുന്ന സ്ത്രീ എത്തിയത് മുലപ്പാൽ കൊടുത്ത് വളർത്തിയ 2 മക്കളെയും കൂട്ടിയാണ്. അപ്പോൾ വളരെ ചെറുപ്രായം മുതൽ തന്നെ സ്വന്തം കുഞ്ഞുങ്ങൾക്ക് ഒരമ്മ വഴി കാണിച്ചു കൊടുക്കുകയാണ്. വഴിതെറ്റി ജീവിക്കേണ്ടത് എങ്ങനെയാണ്, നിങ്ങൾ വളർന്നു വരുമ്പോൾ അമ്മ വാങ്ങുന്നത് പോലെ കൈക്കൂലി വാങ്ങി ജീവിക്കേണ്ടത് ഇപ്രകാരമാണെന്ന് ചെറുപ്രായത്തിൽ തന്നെ ഒരമ്മ കേരളീയ സമൂഹത്തിൽ മക്കൾക്ക് വഴികാട്ടിക്കൊടുക്കുന്നത് ആദ്യമായിട്ടാണ്, ഇതം പ്രഥമമായിട്ടാണ് മലയാളികൾക്ക് കാണേണ്ടി വന്നത്. അപ്പം നിത്യമായ ദുഃഖത്തിലേക്ക് സംതൃപ്തി നിറഞ്ഞ ജീവിതം നയിച്ചിരുന്ന സ്വപ്നയ്ക്കും കുടുംബത്തിനും അസംതൃപ്തി, എത്ര കിട്ടിയാലും മതിയാകാത്ത അവസ്ഥയിൽ നിത്യമായ ദുഃഖത്തിലേക്ക് ആ കുടുംബം വഴിമാറുകയാണ്. അപ്പോൾ ദുഃഖങ്ങൾ ഇല്ലാതെ ജീവിക്കാനുള്ള മാർഗമെന്താണെന്ന് ശ്രീബുദ്ധനോട് ശിഷ്യന്മാർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ശ്രീബുദ്ധൻ പറഞ്ഞ മറുപടി എങ്ങനെയാണ്? ഡിസയർ ഈസ് ദ കോസസ് ഓഫ് മിസ്റ്ററി. ആഗ്രഹങ്ങളാണ് എല്ലാ ദുഃഖങ്ങളുടെയും കാരണം. അതിനാൽ ആഗ്രഹങ്ങളെ നിയന്ത്രിക്കണമെന്ന, മോഹങ്ങളെ നിയന്ത്രിക്കണമെന്ന ശക്തമായ പ്രബോധനമാണ് യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായം 15-ാമത്തെ വാക്യം നമുക്ക് നൽകുന്നത്. അധർമ്മത്തോട് സന്ധി ചെയ്തുകൊണ്ടാണ് പലരും ജീവിതത്തിൽ പലതും നേടുന്നത്. ആർഭാട ജീവിതവും പണവും പ്രശസ്തിയും അധികാരവും എല്ലാം ലഭ്യമാകുന്നത് അധർമ്മത്തോട് സന്ധി ചെയ്യുമ്പോഴാണ് എന്ന സത്യം ഞാനും നിങ്ങളും വിസ്മരിക്കുവാൻ പാടില്ല. തൻ്റെ സൃഷ്ടികളായ മനുഷ്യര് അധർമ്മ പ്രവൃത്തി ചെയ്യുന്നത് കണ്ട് ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിൽ 5-6 വാക്യങ്ങളിൽ ദൈവം ദുഃഖിക്കുന്നതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു വശത്ത് സ്വപ്ന എന്ന് പറയുന്ന സ്ത്രീയെപ്പോലെ അഴിമതി നിറഞ്ഞ കുത്തഴിഞ്ഞ ജീവിതം നയിക്കുന്ന ഒരു വിഭാഗം, മറുവശത്ത് വിവാദങ്ങളുടെ വലിയ മാലപ്പടക്കത്തിന് തിരികൊളുത്തിക്കൊണ്ട് വേടൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ പ്രത്യക്ഷനായി. അപ്പോൾ വേടൻ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ വേട്ടക്കാരൻ അല്ലെങ്കിൽ നായാട്ടുകാരൻ എന്നൊക്കെയാണ്. സത്യവേദപുസ്തകത്തിൽ പഴയ നിയമത്തിൽ
ഉൽപ്പത്തി പുസ്തകം 25-ാം അധ്യായത്തിൽ ക്രൈസ്തവ സഭാ ചരിത്രത്തിലെ ആദ്യത്തെ നായാട്ടുകാരനായിരുന്ന യേശാവിനെ കുറിച്ച് വിവരിക്കുന്നുണ്ട്. എന്നാൽ ഈ പഴയ നിയമത്തിൽ ആദ്യത്തെ വേടനായിരിക്കുന്ന യേശാവിനെ സ്വന്തം സഹോദരനായ യാക്കോബ് വഞ്ചിക്കുന്നതായിട്ടാണ് വേദപുസ്തകത്തിൽ തിരുവചനത്തിൽ വായിച്ചെടുക്കുവാൻ നമുക്ക് കഴിയുന്നത്. ആധുനിക വേടൻ, പ്രത്യേകിച്ച് റാപ്പ് ഗായകൻ എന്ന പേരിൽ വളരെ ചെറുപ്രായത്തിൽ തന്നെ പ്രശസ്തനായി തീർന്നിരിക്കുന്ന ആധുനിക വേടൻ, നിയന്ത്രണ വിധേയമല്ലാത്ത ജീവിതം അല്ലെങ്കിൽ അനുകരണീയമല്ലാത്ത ജീവിതത്തിലൂടെ തൻ്റെ പാട്ടിൻ്റെ ആസ്വാദകരെ വഴിതെറ്റിക്കുകയാണ്. തൻ്റെ ലഹരി ഉപയോഗം ആരും അനുകരിക്കരുത് എന്നൊക്കെ വേടൻ പറയുമ്പോഴും വേടന് ഒരു തിരുത്തൽ ശക്തിയായി മാറാൻ കഴിയുന്നില്ല എന്നാണ് അനുഭവങ്ങൾ നമ്മോട് പറഞ്ഞു വയ്ക്കുന്നത്. ശുദ്ധമുള്ള 1 പത്രോസിൻ്റെ ലേഖനത്തിൽ 1-ാം അധ്യായത്തിൽ 24-ാമത്തെ വാക്യം ഈ സന്ദർഭത്തിൽ വളരെ പ്രസക്തിയുള്ളതാണ്. ആ വാക്യം ഇപ്രകാരമാണ്: സ്വപ്നയെപ്പോലെ അഴിമതിയിൽ മുങ്ങിക്കുളിച്ചു നിൽക്കുന്ന സ്ത്രീകളെ അനുകരിക്കാൻ ശ്രമിക്കുന്നവരും, വേടനെപ്പോലെ ആധുനിക റാപ്പ് ഗായകൻ്റെ ലഹരിയെയും അവൻ്റെ ജീവിതത്തെയും അനുകരിക്കാൻ ശ്രമിക്കുന്ന ആധുനിക സമൂഹത്തിനോട് പുതിയ നിയമ വേദപുസ്തകത്തിൽ 1 പത്രോസിൻ്റെ ലേഖനം 1-ാം അധ്യായം 24-ാമത്തെ വാക്യം പറയുകയാണ്: ഇവരെയൊക്കെ അനുകരിക്കാൻ ശ്രമിക്കുന്നവർ പുല്ലുപോലെ വാടിപ്പോകും, മാത്രമല്ല കൊഴിയുന്ന പൂവിന് തുല്യമായിട്ടാണ് അവരുടെ ജീവിതത്തെ തിരുവചനം താരതമ്യപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ പുതിയ തലമുറയ്ക്ക് വഴിവിളക്കായി നിൽക്കുന്നത് നസറായനായ യേശുവാണ്. തൻ്റെ സൃഷ്ടികളായ മനുഷ്യർ ദൈവ തിരുസന്നിധിയിൽ എപ്രകാരം ജീവിക്കണം, ഏതാണ് വഴി, എന്താണ് സത്യം, എന്തിനെയാണ് അനുകരിക്കേണ്ടതെന്നൊക്കെ കൃത്യമായിട്ട് ജീസസ് ക്രൈസ്റ്റ് ലോകത്തോട് വിളിച്ചു പറഞ്ഞു: ഞാനാകുന്നു വഴിയും സത്യവും ജീവനും. അപ്പം അതുകൊണ്ട് തന്നെ അഴിമതി നിറഞ്ഞ ജീവിതം നയിക്കുന്നവരെ അനുകരിക്കാതെ, വേടനെ പോലെയുള്ളവരുടെ ജീവിതത്തെ അനുകരിക്കാതെ, ഞാൻ വഴിയും സത്യവും ജീവനുമാകുന്നെന്ന് പ്രഘോഷിച്ച യേശു ക്രിസ്തുവാകുന്ന വഴിയിലൂടെ, സത്യത്തിലൂടെ ചരിക്കുവാൻ എനിക്കും നിങ്ങൾക്കും സാധ്യമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ നിർത്തുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.